അശ്വതി, ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകണോ? അല്ല, അവിടെ വലിയ തർക്കമൊക്കെ നടക്കുവാണ്. എനിക്ക് വയ്യ. നമ്മുടെ മുഖ്യമന്ത്രിമാരെ കൊണ്ട് ചവിട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലും ഒട്ടും കുറവില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത്. ശാലിനി പറഞ്ഞു തരും നിലവിലത്തെ ഒരു സംഭവ വികാസത്തെക്കുറിച്ച്. മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി ചർച്ച നടത്തുന്ന ദിവസമാണ്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും കെ.സി. വേണുഗോപാലും ഡൽഹിയിൽ എത്തിയിട്ടുമുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ തമ്മിൽ പോര് തുടരുന്നതിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയാണ് എന്നുള്ളതാണ്. ശാലിനിയിലേക്ക് പോകാം. ശാലിനി, ഇന്നെങ്കിലും ഒരു തീരുമാനമാകുമോ? രാഖി, അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആരായിരിക്കും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ളത്. കാരണം ദിവസങ്ങൾ നീണ്ടുപോവുകയാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 5 ദിവസമാകുന്നു. ആ 5 ദിവസമാകുമ്പോഴും മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിന് ഇടയിൽ ഒരു വലിയ രീതിയിലുള്ള കീറാമുട്ടിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും സണ്ണി ജോസഫും അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി. ഇന്നിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും, AICC നേതൃത്വം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോവുക. കഴിഞ്ഞ ദിവസമൊക്കെ കേരളത്തിലെത്തിയ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോ MLA-മാരിൽ നിന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്കായി ആരാഞ്ഞിരുന്നു. ഇത് പിന്നീട് പുറത്തു വന്നതൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇന്നിപ്പോൾ AICC നേതൃത്വം ഇവരുമായിട്ട് കൂടിയാലോചനകൾ നടത്തും. അതിനുശേഷം ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്നലെയൊക്കെ മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് ഡൽഹിയിലേക്ക് മൂവരും പോയപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഈ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലം വന്നതിന് ശേഷം ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. കാരണം തീരുമാനം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തീരുമാനമായാൽ മാത്രമേ മറ്റ് വകുപ്പുകളുടെ കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുമ്പോൾ മുസ്ലിം ലീഗിന് അവരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള മിക്ക വകുപ്പുകളും വാങ്ങാനുള്ള ചർച്ചകളൊക്കെ മുസ്ലിം ലീഗിനുള്ളിൽ നടക്കുകയാണ്. അതേസമയം തന്നെയാണ് ഒരു ഭാഗത്ത് വലിയ പോരിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ പോകുന്നത്. ഇന്നലെ ഇപ്പോൾ തെരുവ് യുദ്ധത്തിലേക്ക് വേറെ കാര്യങ്ങൾ പോയിട്ടുണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ചില പ്രകടനങ്ങൾ സംസ്ഥാന വ്യാപകമായി രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ഒരു വിഭാഗം അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നു. മറുഭാഗത്ത് വി.ഡി. സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങി പ്രതിഷേധത്തിലേക്കും പ്രകടനങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയൊരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ നടന്ന പ്രകടനങ്ങൾ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് കെ.സി. വേണുഗോപാലിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ചിത്രങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം വി.ഡി. സതീശൻ അനുകൂലികൾ വലിച്ചു കീറിയത് പുറത്തു മാത്രമല്ല, തെരുവിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലടക്കം യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നേമം ഷജീർ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കുന്നു. മറുഭാഗത്ത് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സംസ്ഥാന നേതൃത്വം വെല്ലുവിളിയുമായി രംഗത്തെത്തുന്നു. അങ്ങനെ തെരുവിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഈ വാക്പോര് തുടരുകയാണ്. അതേസമയം ഇന്നിപ്പോൾ നിർണായകമായും ഉറ്റുനോക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചാണ്. എന്തായിരിക്കും ഡൽഹിയിൽ നടക്കുന്ന നിർണായക ചർച്ചകൾ? മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ അതോ ചർച്ചകൾ നീണ്ടുപോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കടുത്ത നിലപാടിൽ വി.ഡി. സതീശൻ ഒരു ഭാഗത്ത് തുടരുന്നു, അദ്ദേഹത്തിന്റെ അണികൾ മറുഭാഗത്ത് തെരുവിൽ തുടരുന്നു. അതേസമയം തന്നെ കെ.സി. വേണുഗോപാലിനായിട്ടുള്ള മുറവിളികൾ MLA-മാർ അടക്കമുള്ളവർ നടത്തുന്നത് വലിയ രീതിയിലുള്ള തൃശങ്കുവിലേക്കാണ് കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ ആരംഭിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കേണ്ട സമയത്തും മുഖ്യമന്ത്രി ആരാണ് എന്നുപോലും പ്രഖ്യാപിക്കാൻ കഴിയാതെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലും ഒപ്പം തന്നെ സമ്മർദ്ദത്തിലും തർക്കത്തിലുമായി ഇങ്ങനെ കീറാമുട്ടിയായി മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നത്. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ന് നിർണായക ചർച്ചകളുണ്ടാകും. AICC നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്നോ നാളെയോ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. രാഖി.